വെൽക്കം ബാക്ക് ടു എഡ്യൂവാലറ്റ്. സോ +2 ഇംഗ്ലീഷ് എക്സാം ആണ് നാളെ. ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി നമ്മൾ സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരൊറ്റ വീഡിയോ നമ്മൾ പഠിക്കാൻ പോവാണ്. വളരെ വെയിറ്റേജുള്ള ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ 8 മാർക്ക് 6 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പാഠം കൂടിയാണ് ഈ സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന ചാപ്റ്റേഴ്സ്. അമിഗോ ബ്രദേഴ്സ്, അവർ ഓഫ് ട്രൂത്ത്, മെൻഡിങ് ബോൾ, ഈ ചാപ്റ്ററിലൊക്കെ നല്ല വെയിറ്റേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. കുറേ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കും. 6 മാർക്ക് 8 മാർക്കാണ് കൂടുതലും ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പാഠത്തിലെ എല്ലാ പാഠത്തിൻ്റെയും മെയിൻ പോയിന്റ്സുകൾ ഷോർട്ടായിട്ട്, എന്താണ് കഥ, ആരൊക്കെ, ഇങ്ങനെയൊക്കെ കുറേ സിമ്പിൾ ആൻഡ് ഷോർട്ടായിട്ടുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാ പാഠത്തിനെയും കുറിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. അതിനുശേഷം നമ്മൾ അതിൽ വരുന്ന മെയിൻ ചോദ്യം നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് യൂണിറ്റ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടി താഴെ കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് ഉണ്ട്. നമ്മുടെ എഡ്യൂവാലറ്റിൻ്റെ വാട്സപ്പ് ലിങ്കാണ്, ഒരു ഫ്രീ വാട്സപ്പ് ചാനലാണത്. അതിലേക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യുക, എന്നിട്ട് ആ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. എഡ്യൂവാലറ്റിൻ്റെ ഒരു എല്ലാ സബ്ജക്റ്റും അതിൽ കിട്ടുന്നതാണ്. അപ്പോൾ എഡ്യൂവാലറ്റിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയൊരു വാട്സപ്പ് ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇംഗ്ലീഷിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. ഇതൊന്നും കൂടാതെ നമ്മൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാത്തിനും ഫോർമാറ്റ്സുകളുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. റെസ്യൂമേ, ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ, ബ്ലർബ്, ബ്ലോഗ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ ക്ലാസ്സുകളൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ചാനലിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വ്യൂ ചാനൽ അടിക്കുക, നേരെ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. അപ്പം നമുക്ക് നോക്കാം. ഇത് ദീക്ഷ എന്ന് പറഞ്ഞൊരു ഒരു ബുക്കാണ്. ഇത് നല്ല ബുക്കാണ്, വളരെ ഷോർട്ട് ആൻഡ് സിമ്പിളാണ്. ഇത് വേണം, ഈ ബുക്ക് വാങ്ങണം എന്നുള്ളവർക്കും അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് കേട്ടോ. സോ ആദ്യത്തെ പാഠം മെൻഡിങ് ബോൾ ആണ്, ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ഇതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം കൺഫേം ആയിട്ടുണ്ടാവും. 4 or 6 മാർക്കിന് ഇതിനൊരു ചോദ്യം വരും. ഇതിൽ കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനെ ബേസ് ചെയ്തിട്ട് 3 മാർക്കിനോ 4 മാർക്കിനോ പരീക്ഷയ്ക്ക് കുറേ തവണകളായിട്ട് വരാറുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണത്. അല്ലെങ്കിൽ ഈ പാഠത്തിൻ്റെ അപ്രിസിയേഷൻ ചോദിക്കാം. അതല്ലെങ്കിൽ പുറമേ നിങ്ങൾക്കൊരു പോയം തന്നിട്ട് ഈ പോയവുമായിട്ട് കമ്പയർ ചെയ്യാൻ 8 മാർക്കിന് ലാസ്റ്റ് ചോദ്യം ചോദിക്കും. അപ്പോൾ മെൻഡിങ് ബോൾ ഇത് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നിർബന്ധമായിട്ട് ഈ പോയിന്റ്സുകൾ പഠിക്കുക. കാരണം ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ അപ്രിസിയേഷൻ, അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ലാസ്റ്റ് ചോദ്യമായിട്ട് ഈ പാഠത്തിനായിട്ട് കമ്പയർ ചെയ്യാൻ ചോദിക്കാം. അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ലൈൻ തന്നിട്ട് റൈറ്റ് യുവർ ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കാം. അപ്പം നോക്കുക, മെൻഡിങ് ബോൾ ഇസ് എ സിംബോളിക് പോയം റിട്ടൺ ബൈ ഫേമസ് അമേരിക്കൻ പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ്. ഇതൊരു സിംബോളിക് പോയമാണെന്ന് പറയാൻ കാരണം ഇതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ കുറേ അർത്ഥങ്ങളുണ്ട്. ദ പോയം ഈസ് അബൌട്ട് ബ്രദർഹുഡ് ആൻഡ് ഹാർമണി. പരസ്പര സ്നേഹത്തെക്കുറിച്ചും അയൽവാസികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ദ പോയം ഡീൽസ് വിത്ത് ദ ക്വസ്റ്റ്യൻ വെദർ എ വാൾ ഇസ് നെസസറി ടു കീപ് ഗുഡ് റിലേഷൻഷിപ്പ്. ഒരു വാള് വേണോ എന്നതാണ് ഇവിടുത്തെ വിഷയം. 2 അയൽവാസികൾക്കിടയിൽ ഒരു വാളിൻ്റെ ആവശ്യമുണ്ടോ, ഒരു വേർതിരിവ് വേണോ എന്നാണ് ഇവിടുത്തെ ടോപ്പിക്ക്. ദ സ്പീക്കർ ആൻഡ് ഹിസ് നെയ്ബർ ഹാവ് ഡിഫറെൻറ്റ് വ്യൂസ് അബൌട്ട് ദ വാൾസ്. 2 അയൽവാസികൾ, അതായത് നമ്മുടെ പോയറ്റും റോബർട്ട് ഫ്രോസ്റ്റ് എന്ന നമ്മൾ പോയറ്റും, അതാണ് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയറ്റും അദ്ദേഹത്തിൻ്റെ നെയ്ബറും, 2 പേർക്കും 2 ഡിഫറെൻറ്റ് വ്യൂ ആണ് ഇതിനെക്കുറിച്ചുള്ളത്. എ സ്റ്റോൺ വാൾ സെപ്പറേറ്റ്സ് ദ സ്പീക്കേഴ്സ് പ്രോപ്പർട്ടി ഫ്രം ദ നെയ്ബേഴ്സ്. ഒരു കല്ലിൻ്റെ ഒരു ഭിത്തി അല്ലെങ്കിൽ ഒരു മതിൽ അവർക്കിടയിലുണ്ട്. അത് 2 പേരുടെയും പ്രോപ്പർട്ടീനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മതിലാണ്. ദ പോയറ്റ് ഈസ് എഗെയിൻസ്റ്റ് കൺസെപ്റ്റ് ഓഫ് വാൾ. നമ്മുടെ പോയറ്റ് ഇങ്ങനെ ഒരു വാളേ വേണ്ട എന്നാണ് പറയുന്നത്. എന്തിനാണ് 2 അയൽവാസികൾ തമ്മിൽ ഒരു വാള്? ഡ്യൂറിങ് വിന്റർ ദ ഗ്രൗണ്ട് അണ്ടർ ദ വാൾ എക്സ്പാൻഡ്. ഒരു മഴക്കാലമൊക്കെ ആയി, ഒരു സ്പ്രിംഗ് സീസൺ അല്ലെങ്കിൽ വിന്റർ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ ഈ വാള് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഈ കല്ല് ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. ഇറ്റ് കോസ് ഡാമേജസ് ടു വാൾ ആൻഡ് മേക്ക് ഗ്യാപ്പ്. അങ്ങനെ ആ കല്ലുകളൊക്കെ ഇളകി നിലത്തേക്ക് വീഴാൻ തുടങ്ങുന്നു, ഗ്യാപ്പ് ഉണ്ടാവുന്നു. ഹണ്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് റാബിറ്റ്സ് മേ ഓൾസോ ഡിസ്ട്രോയ് വാൾ. അവിടെ വരുന്ന കുറേ വേട്ടയാടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹണ്ടേഴ്സും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചാടി മറിഞ്ഞിട്ട് വാൾ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാ പ്രാവശ്യം ഇതെന്ത് ചെയ്യാണ്, പണിതുകൊണ്ടിരിക്കുകയാണ്. സോ എവറി സ്പ്രിംഗ് ടൈം 2 നെയ്ബേഴ്സ് മീറ്റ് ആൻഡ് മെൻഡ് ദ വാൾ ടുഗെദർ. 2 പേരും ഒരുമിച്ച് നിന്ന് ആ മതിൽ വീണ്ടും പണിയും. ദ പോയറ്റ് ക്വസ്റ്റ്യൻസ് ദ നെസസിറ്റി ഓഫ് സച്ച് വാൾ. ഇങ്ങനൊരു വാളിൻ്റെ ആവശ്യം എന്താ? പോയറ്റ് ഫീൽസ് ദർ ഇസ് നോ നീഡ് ഫോർ വാൾ ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് നെയ്ബർ. നമുക്കിടയിൽ ഒരു വാൾ വേണ്ട എന്ന് നമ്മൾ പോയറ്റ് പറയുന്നു. ഹിസ് നെയ്ബർ ഗ്രോ പൈൻ ആൻഡ് ഹീ ഗ്രോ ആപ്പിൾ ട്രീ. നമ്മുടെ പോയറ്റിന് ആപ്പിൾ ട്രീസ് ഉണ്ട്, നെയ്ബറിന് പൈനും ഉണ്ട്. എ വാൾ വാസ് ഫൈൻ ഇഫ് ദേ ഹാഡ് കൗ. വല്ല പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, വയ്ക്കാം. കൗസ് ഗുഡ് ഗെറ്റ് മിക്സ്ഡ്. പശുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പ്രശ്നമാവാം.
ഹിസ് നെയ്ബർ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ നെയ്ബർ കൂടി പറയുന്നത് ഓൾവേസ് സേസ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ് ലൈന്. ഇത് തന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ. 2 ദിവസം മുമ്പ് ഈ ക്വസ്റ്റ്യൻ ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബർ എന്നുള്ള ലൈൻ തന്നിട്ട് റൈറ്റ് എ പാരഗ്രാഫ് 6 മാർക്കിന് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. താഴെയുള്ള വാട്സപ്പ് ചാനലിൽ ഇത് കൊടുക്കാം കേട്ടോ. സോ ഹിസ് നെയ്ബർ, അദ്ദേഹത്തിൻ്റെ നെയ്ബർ എപ്പോഴും എന്താ പറയുക, ഗുഡ് ഫെൻസസ് വേണം, നല്ല ഫെൻസ് വേണം. ഗുഡ് ഫെൻസസ്, ഇവിടെ ഫെൻസസ് എന്നാണ് കേട്ടോ. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല ഒരു ഭിത്തി, ഒരു മതിലുണ്ടെങ്കിൽ നല്ല നെയ്ബേഴ്സ് ഉണ്ടാകൂ. സത്യം പറഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് എഗ്രി ചെയ്ത് കൊടുക്കാം. വി ഷുഡ് കീപ്പ് എ ലിമിറ്റ്. നമ്മൾ എത്ര നെയ്ബേഴ്സ് ആണെങ്കിലും വി ഷുഡ് കീപ്പ് എ ലിമിറ്റ്. നമ്മൾ അതിനെ ഒരു ഗ്യാപ്പ് നമ്മൾ വെക്കണം. ദർ ഇസ് നോ നീഡ് ഓഫ് ഓവർ ഫ്രീഡം നമ്മൾ കൊടുക്കാൻ പാടില്ല. ആൻഡ് ഓൾസോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒരു മതിൽ അത്യാവശ്യമാണെന്ന് നമുക്ക് പറയാം. ദ നെയ്ബർ ഇസ് ട്രഡീഷണലിസ്റ്റ് ഇൻ ഹിസ് വ്യൂ, ഹി ലീവ്സ് ഇഗ്നോറൻസ്. അതായത് ഹി ലീവ്സ് ഇൻ ഇഗ്നോറൻസ്. അദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലം വേണം, ഒരു മതിൽ വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഐഡിയ ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഇവിടെ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾ. മതിൽ എന്ന് പറയുന്നത് ഒരു വോളാണ്. ഇവിടെ മതിൽ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാലും ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. വാൾ ഇസ് സിമ്പിൾ ഓഫ് മെൻ്റൽ ബാരിയർ ബിറ്റ്വീൻ 2 ഹ്യൂമൻ ബീങ്. ഇവിടെ 2 മനുഷ്യന്മാർക്കിടയിലുള്ള തടസ്സങ്ങൾ, 2 പേർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ ബാരിയർ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള അടുപ്പം, അതൊക്കെയാണ് ഇവിടെ ഭിത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സിമിലീസ് എന്ന് പറഞ്ഞാൽ സ്പീക്കർ കമ്പയർ ഹിസ് നെയ്ബർ ടു സ്റ്റോൺ ഏജ് മാൻ. ഒരു സിമിലി ഇതിലുണ്ട്. സിമ്പിള് വോളാണ്. സിമിലി ഏതാണ്, ഈ പോയത്തിലെ ഈ നമ്മുടെ സ്പീക്കർ അയാളെ നെയ്ബറിനെ സ്റ്റോൺ ഏജ് മാനെ പോലെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു സിമിലിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ ഈ പോയിന്റ്സ് ആണ്. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് ചോദിക്കും, ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇറ്റ് ഓൾവേസ് ഗുഡ് ടു കീപ് സം ലിമിറ്റ് ബിറ്റ്വീൻ നെയ്ബേഴ്സ്, അല്ലേ? ഇത് ശരിയാണ്, വേണം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് ആൻഡ് ഹെൽത്തി റിലേഷൻ. എത്ര വലിയ നെയ്ബേഴ്സ് ആണെങ്കിലും അവിടെ ഒരു ലിമിറ്റ് വേണം, എങ്കിലേ ഒരു ഗുഡ് ആൻഡ് ഹെൽത്തി റിലേഷൻസ് ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രൈവസി. അൺലിമിറ്റഡ് ഫ്രീഡം ബിറ്റ്വീൻ നെയ്ബേഴ്സ് വിൽ ഡിസ്ട്രോയ് ദ ഹാർമണി. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീഡം അത് നാശത്തിലേക്കാണ് എത്തിക്കുക. ഇപ്പം എന്തെങ്കിലും വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഗുഡ് ഫെൻസസ് ആർ എസെൻഷ്യൽ ഫോർ കീപ്പിംഗ് വൺസ് ഓൺ പ്രോപ്പർട്ടി വെൽ. ഗുഡ് ഫെൻസസ് സ്ട്രെങ്തൻ ദ ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. സോ നമ്മൾ മെൻഡിങ് വാൾ എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം, വിച്ച് ഈസ് അമീഗോ ബ്രദേഴ്സ്. ഈ പാഠങ്ങളിൽ നിന്നുള്ള മോർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് ചെറിയൊരു കംപ്ലയിൻറ്റ് എനിക്ക് വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ പോകണില്ല കുട്ടികൾക്ക്. വീഡിയോസ് ഞാൻ ഇടുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ അപ്പം നിങ്ങൾ അറിയാതെ പോകരുത്. ഞാൻ ഓരോ പാഠത്തിലെയും ഷുവർ ക്വസ്റ്റ്യൻസ് 8 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങളുടെ ഒക്കെ വീഡിയോസിന് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ പോകണ്ട. താഴെയുള്ള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അവിടെ ഞാൻ എല്ലാ പുതിയ വീഡിയോസും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേഗം കണ്ടുപിടിക്കാം. അടുത്ത ചാപ്റ്റർ അമീഗോ ബ്രദേഴ്സ് ആണ്. പെരി തോമസ് ആണ് എഴുതിയിട്ടുള്ളത്. അമീഗോ ബ്രദേഴ്സിലെ ഒരു മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിൽ എന്തൊക്കെ നടന്നു, ഫസ്റ്റ് റൗണ്ട് എന്ത് നടന്നു, സെക്കൻഡ് റൗണ്ട് എന്ത്, അത് നമുക്ക് അറിയണം. ഈ മാച്ചിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ നടന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാൻ കിട്ടണം. ലൈവ് TV റിപ്പോർട്ടോ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ അനൗൺസ്മെൻറ്റോ ഒക്കെ ഈ പാഠത്തിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. സോ അമീഗോ ബ്രദേഴ്സ് ഈസ് എ സ്റ്റോറി ഓഫ് 2 friends who proved that friendship is above personal gain. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അതിനപ്പുറം ഒന്നാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് കാണിച്ചിരുന്നു. ബോയ് ആന്റോണിയോ ക്രൂസ് ഫെലിക്സ് വർഗാസ് വാസ് 17 years old. 17 വയസ്സുള്ള 2 ഫ്രണ്ട്സ്. അമീഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രദേഴ്സ് അല്ല, പക്ഷെ അവർ ബ്രദേഴ്സിനെ പോലെയാണ്. ചെരിവുണ്ടല്ലോ. ഓക്കെ, യെസ്, എന്തോ ഒരു ചെരിവ് വരുന്നുണ്ട്. ഓക്കെ. They grew up together in New York. ന്യൂയോർക്കിലാണ് ഒരുമിച്ച് വളർന്നത്. They had the dream of becoming lightweight champion ആവണമെന്നാണ് ആഗ്രഹം. Both of them worked hard to achieve their goal. Antonio was fair, lean and lanky. ആന്റോണിയോ നീളത്തിലെ നല്ല വെളുത്തിട്ടുള്ളൊരു കുട്ടിയാണ്. ആന്റോണിയോ എന്ന് പറഞ്ഞാൽ ആന്റോണിയോയുടെ ഫ്രണ്ടിൽ മുടി ഇങ്ങനെ മുമ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ണിൻ്റെ മുമ്പിലായിട്ട് മുടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആന്റോണിയോയുടെ വെയിറ്റ് 133 pounds ആണ്. ഫെലിക്സ് ഷോർട്ടാണ്, ഡാർക്ക് ആൻഡ് ഹസ്കി ആണ്. ആൾ കാണുമ്പോൾ ഒരു ഷോർട്ട്, ഉയരം കുറഞ്ഞ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ആളാണ്. ബ്ലാക്ക് ഹെയർ ബാക്കിലേക്കാണ് അദ്ദേഹം ഇടുന്നത്, ഒരു ആഫ്രോ സ്റ്റൈലാണ്.
ആഫ്രിക്കൻ സ്റ്റൈലാണ് വളർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വെയിറ്റ് പറയാം. ക്യാരക്ടർ സ്കെച്ച് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. വൺ ഡേ ദേ ലേൺ ദാറ്റ് ദേ വിൽ ഹാവ് ടു ഫേസ് ഈച്ച് അതർ. രണ്ടുപേരും പരസ്പരം ഡിവിഷൻ ഫൈനലിൽ നേരിടണം. രണ്ടുപേരും അത്രയും ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് ട്രെയിൻ ചെയ്ത് വന്ന ആൾക്കാരാണ്. വൺസ് അവരെന്ത് ചെയ്യേണ്ടി വരുന്നു, ദേ ഹാവ് ടു ഫേസ് ഈച്ച് അതർ. രണ്ടുപേരിൽ ഒരാൾ ചാമ്പ്യൻ ആവണം. ഇത് രണ്ടിൽ ആരാണ് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ഡിവിഷൻ ഫൈനൽ. ആ ഫൈനൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് ഗോൾഡൻ ഗ്ലോവ് ചാമ്പ്യൻഷിപ്പിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പോകാൻ പറ്റും. സോ they have to face each other in a division final. The winner can represent Golden Gloves Championship tournament. A question of friendship and championship arises between them. അപ്പോൾ അവർക്കിടയിൽ ചാമ്പ്യൻഷിപ്പ് ആണോ വലുത്, ഫ്രണ്ട്ഷിപ്പ് ആണോ? ഇത്രയും തിക് ഫ്രണ്ട്സ് പരസ്പരം ഫൈറ്റ് ചെയ്യണം. അപ്പോൾ അത് അവരുടെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. സോ ദേ ഡിസൈഡഡ് ടു ഫോർഗോ ദെയർ ഫ്രണ്ട്ഷിപ്പ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് മറന്ന് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം അവർ രണ്ടുപേരുടെയും ഒരു സ്ട്രോങ് ഒരു അത്രയും ഗോളാണ് ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ആവാന്നുള്ളത്. അവരുടെ ഒരു എത്രയോ കാലത്ത് അത്രയും വർക്ക് ചെയ്യുന്നവരാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവരെന്ത് ചെയ്തു, ദേ ഡിസൈഡ് ടു ഫോർഗെറ്റ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. ദേ ഡിസൈഡ് ടു പാർട്ട് ആൻഡ് പ്രാക്ടീസ് ഇൻഡിവിജ്വലി. രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് ഫൈറ്റ് ചെയ്യുക, ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഒറ്റയ്ക്ക്. ഫെലിക്സ് വെന്റ് ഹിസ് ആൻഡ് ലൂസി ഹൗസ് ഇൻ ബ്രോങ്സ്. ഫെലിക്സ് പോയത് ആൻറ്റിയുടെ വീട്ടിലേക്കാണ്. വൺ ഡേ ഓഫ് ദ ഫൈറ്റ് എ ഹ്യൂജ് ക്രൗഡ് ഹാസ് അസംബിൾ ടു വിറ്റ്നസ് ദ ഫൈറ്റ്. അങ്ങനെ ഫൈറ്റിന് ദിവസം എത്തി. രണ്ടുപേരും സെപ്പറേറ്റ് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി വേറെ അപ്പാർട്ടായിട്ട് നിന്ന് മാച്ചിന് വേണ്ടി അവർ തയ്യാറെടുത്തു. അങ്ങനെ മാച്ച് എത്തി. ഒരുപാട് ജനങ്ങൾ വന്നു കൂടി. മാച്ച് വാസ് ഹെൽഡ് ഇൻ 3 rounds. ബോത്ത് ബോക്സേഴ്സ് ഫോർട്ട് ദെയർ ബെസ്റ്റ് ഇൻ ഓൾ 3 rounds. 3 റൗണ്ടിലും നല്ല അടിപൊളിയായി ചെയ്തു. ഫസ്റ്റ് 2 rounds ദ ബോയ്സ് ഫോർട്ട് ഈക്വലി. 2 റൗണ്ടിലും രണ്ടുപേരും ഈക്വൽ ആയിട്ട് ചെയ്തു. തേർഡ് റൗണ്ട് വാസ് മോസ്റ്റ് ടെറിബിൾ. ഏറ്റവും അപകടം തേർഡ് ആയിരുന്നു. ഓഡിയൻസ് വാസ് എഫ്രൈഡ്. ഇറ്റ് വാസ് ഫൈറ്റ് ടു ഡെത്ത്. തേർഡ് റൗണ്ട് ബെല്ലടിച്ചിട്ടും ഇവർ നിർത്തുന്നില്ല, എന്നിട്ട് ഒരു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദ പീപ്പിൾ എഫ്രൈഡ് വാസ്, അവർക്ക് പേടിയായി ഇതൊരു ഡെത്തിലേക്കുള്ള ഫൈറ്റ് ആണോ, ഇൻസ്റ്റെഡ് ഓഫ് ബോക്സിംഗ് മാച്ചിന് പകരം ഒരു ഡെത്തിലേക്കാണോ ഇത് പോകുന്നതെന്ന് ജനങ്ങൾ പേടിച്ചു. They did not listen to the last bell and continued fighting. Finally, they leave the ring. അതായത് ലാസ്റ്റ് ബെൽ അടിച്ചിട്ടും കണ്ടിന്യൂ ചെയ്യാണ്. അവസാനം അവരെ പിടിച്ചു മാറ്റുന്നു. ട്രെയിനേഴ്സ് വന്നിട്ട് ദ ട്രെയിനേഴ്സ് കംസ് ആൻഡ് സെപ്പറേറ്റഡ് ദം എന്ന് പറയാം. ദ ലീവ് ദ റിംഗ് ആം ഇൻ ആം. അതായത് രണ്ടുപേരും പക്ഷെ ഇവർ ഇത്രയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന് ലാസ്റ്റ് റൗണ്ടിൽ ഇവരെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവസാനം അവർക്ക് മനസ്സിലായി ഓക്കെ കഴിഞ്ഞു. അതോടുകൂടി അവർ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അത് ഒരുമിച്ച് അവിടുന്ന് റിസൾട്ട് പോലും വെയിറ്റ് ചെയ്യാതെ അവർ പോയി. ഇതാണ് പാഠഭാഗം. ഇതിൽ നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് TV റിപ്പോർട്ടിൽ ഇതൊക്കെ എഴുതാം. നടന്ന കാര്യങ്ങളൊക്കെ തന്നെ എഴുതിയാൽ മതിയല്ലോ. ലൈവ് TV റിപ്പോർട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ലൈവ് TV റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഫോർമാറ്റ്സ് അറിഞ്ഞിരിക്കണം. ബ്ലോഗ് ആയാലും ബ്ലർബ് ആയാലും റെസ്യൂം എല്ലാത്തിൻ്റെയും ഫോർമാറ്റ്സ് അറിഞ്ഞിരിക്കുക. അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത് കേട്ടോ. സോ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആകുമ്പോൾ ബോക്സ് വേണം, ഹെഡിങ് വേണം, സ്ഥലം വേണം. സോ റെസ്ലിംഗ് വെസസ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ തന്നെ. റെസ്ലിംഗ് വെസസ് ഫ്രണ്ട്ഷിപ്പ്. സ്ഥലം കൊടുക്കുക, സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ടോംകിൻ സ്ക്വയർ പാർക്ക് എന്ന് കൊടുത്താൽ മതി. ഒരു ഹെഡിങ് കൊടുക്കണം കേട്ടോ. The much awaited fight between Amigo Brothers came to dramatic end yesterday. ഇന്നലെ അവസാനിച്ചു. Two wrestlers, Antonio Cruz and Felix Vargas, left the ring without waiting for the result. അവർ അവിടുന്ന് പോയി. ഇറ്റ് വാസ് വണ്ടർഫുൾ ഈവനിങ് ഫോർ ദ ഓഡിയൻസ് അറ്റ് ദ ടോംകിൻ സ്ക്വയർ പാർക്ക്. എവിടെയാണെന്നുള്ളത് സ്ഥലം വേണം. എവറിബഡി പ്രസന്റ് ദർ ടു വിറ്റ്നസ് എ ഫൈറ്റ് ബിറ്റ്വീൻ ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ്. എല്ലാവരും ഇത് തമ്മിലുള്ള ഫൈറ്റ് കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ദ ഗെയിം സ്റ്റാർട്ടഡ് ഓൺ ടൈം. ബോത്ത് ദ ഫൈറ്റേഴ്സ് എൻറ്റർഡ് ദ ഓഡിയൻസ് വെൽക്കം വിത്ത് ഗ്രേറ്റ് അപ്ലോസ്. ഉയർന്ന കൈയോടുകൂടി ആ ഒരു ഫൈറ്റിലേക്ക് അവർ വന്നു. ഫസ്റ്റ് ആദ്യം റെഫറി ഗീവ് ദ ഇൻസ്ട്രക്ഷൻ. വെൻ ദ ഫൈറ്റ് ബിഗെയിൻ ദ ബോക്സേഴ്സ് അറ്റാക്ക്ഡ് ഈച്ച് അതർ. ഫൈറ്റ് തുടങ്ങി, ബോക്സേഴ്സ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി വിത്ത് സ്ട്രോങ് ബോസ് ആൻഡ് പഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അടിക്കുക. അതായത് നമ്മൾ കൈത്തണ്ട് ഉപയോഗിച്ച് ഇടിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ക്രൗഡ് വാസ് വൈബ്രന്റ് ആൻഡ് എൻതൂസിയാസ്റ്റിക് ഇൻ ദ ബിഗിനിങ്. ജനങ്ങൾ ഭയങ്കര ആക്റ്റീവായിരുന്നു, വൈബ്രന്റ് ആയിരുന്നു, enthusiastic എന്ന് പറഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയോട് കൂടി നിൽക്കുകയാണ്. ബോത്ത് ഓഫ് ദം വർ റിയലി ഫൈറ്റിംഗ് ഹാർഡ്. എവറിബഡി തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് എൻഡ് ഇൻ ഡ്രോ. എല്ലാവരും വിചാരിച്ചത് ഡ്രോ ആവും. ദ ക്രൗഡ് ബിക്കം സൈലന്റ് ആൻഡ് ദെയർ ബ്ലോസ് കണ്ടിന്യൂഡ്. പിന്നെ അവരെ ആകാംക്ഷയൊക്കെ പോയി സൈലന്റ് ആവാൻ തുടങ്ങി. കാരണം ബെല്ലടിച്ചിട്ടും അവർ ഫൈറ്റ് ചെയ്യാണ്. ദ ബെൽ റാങ് അഗെയിൻ ആൻഡ് അഗെയിൻ.
their blow appeared as a hailstone. കൊടുങ്കാറ്റ് പോലെ അവർ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ദ റെഫറി ഫോഴ്സ്ഡ് ഫെലിക്സ് ആൻഡ് ആന്റോണിയോ അപ്പാർട്ട്. രണ്ടുപേരെയും വേറെയാക്കി. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് ദേ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ദെൻ റഷ് ടുവേർഡ്സ് ഈച്ച് അതർ ആൻഡ് എംബ്രേസ്ഡ് ഈച്ച് അതർ. അവസാനം അവർക്ക് മനസ്സിലായി ഓക്കെ എന്തൊക്കെയാണ് നടന്നത്. അവർ ചുറ്റും നോക്കി അവസാനം അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ദ എംബ്രേസ്ഡ്, അവർ പരസ്പരം ഹഗ് ചെയ്തു. ആം ഇൻ ആം പോയി. ദ ലീവ് ദ റിംഗ് ആം ഇൻ ആം എന്ന് പറയാം. ആം ഇൻ ആം കെട്ടിപ്പിടിച്ചിട്ട്. ബോത്ത് ആന്റോണിയോ ആൻഡ് ഫെലിക്സ് ഹാഡ് ലെഫ്റ്റ് ലൈക്ക് ട്രൂ ഫ്രണ്ട്സ്. യഥാർത്ഥ ഫ്രണ്ട്സ്, അവരാണ് യഥാർത്ഥ ഫ്രണ്ട്സ് എന്ന് അവർ പ്രൂവ് ചെയ്തു എന്ന് പറയാം. ദ ന്യൂ ദേ വുഡ് ഓൾവേസ് ചാമ്പ്യൻസ് ടു ഈച്ച് അതർ. അവർ രണ്ടുപേരും ചാമ്പ്യൻസ് ആണെന്ന് അറിയാം. ദ ക്രൗഡ് അറ്റ് ദ ടോംകിൻ സ്ക്വയർ പാർക്ക് വിറ്റ്നസ് ദ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ദ ടു ബോക്സേഴ്സ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന രണ്ട് ബോക്സേഴ്സിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ ഫൈറ്റ് നടന്നാലും ദ ഫ്രണ്ട്ഷിപ്പ് റിമെയിൻസ് സെയിം. അത് ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ നിലനിന്നു. അപ്പോൾ അത് ചോദിക്കാം, അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ലൈവ് ടി വി റിപ്പോർട്ട് ചോദിക്കാം കേട്ടോ. ലാസ്റ്റ് റൗണ്ടിൽ നടക്കുന്ന ലൈവ് ടി വി റിപ്പോർട്ട്. ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഇസ് രാഹുൽ റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം ടോംകിൻ സ്ക്വയർ പാർക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത്, നമ്മൾ ലൈവ് പറയില്ലേ ന്യൂസിലൊക്കെ, അതുപോലെ എഴുതുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈസ് വെച്ച് കൊടുക്കണം. മറ്റേത് വാസായിരുന്നു. ന്യൂസ് പേപ്പർ ഇപ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞു പോയതാ, ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ എല്ലാം ഈസ്. ഐ എം ഹിയർ ടു റിപ്പോർട്ട് ദ റെസ്ലിംഗ് മാച്ച്. ഞാനിവിടെ രണ്ടാൾക്കാർ തമ്മിലുള്ള ഫൈറ്റ്സിനാണ്. ലാർജ് ക്രൗഡ് ഹാസ് ഗാദേർഡ് ഹിയർ ടു വിറ്റ്നസ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇറ്റ് ഈസ് മോർ എൻഗേജിങ് നൗ. ദ മച്ച് എവൈറ്റഡ് ബോക്സിംഗ് മാച്ച് ബിറ്റ്വീൻ അമീഗോ ബ്രദേഴ്സ്, ആന്റോണിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ടു ഫ്രണ്ട്സ് ആർ ഫൈറ്റിംഗ് ഹാർഡ് ഇൻ ദ റിംഗ്. രണ്ടുപേരും വളരെ ഹാർഡായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ദ അറ്റ്മോസ്ഫിയർ വാസ് ഫിൽഡ് വിത്ത് സൈലൻസ്. ചുറ്റുമുള്ള ജനങ്ങളെല്ലാം ഇപ്പോൾ സൈലൻ്റ് ആണ്. ഫൈനൽ ബെല്ലടിച്ചു. ആന്റോണിയോ ആൻഡ് ഫെലിക്സ് ഡ്രിപ്പിംഗ് വിത്ത് സ്വെറ്റ്. രണ്ടുപേരും വയർത്തുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. ടൈറ്റ് ഹഗ്ഗാണ്. അവർ കെട്ടിപ്പിടിച്ച് പോകുന്നു. അങ്ങനെ റിയൽ ഹാപ്പിനെസ് നമുക്കവിടെ കാണാൻ പറ്റും. ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ നോക്കുക. നന്നായി വായിക്കും. ജസ്റ്റ് ഫുള്ള് വായിക്കുന്നില്ല. കൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാലോ, കഥയൊക്കെ അറിയാലോ. ആ കഥയൊക്കെ കൊണ്ട് എഴുതി വയ്ക്കുക അവസാനിപ്പിക്കുമ്പോൾ. താങ്ക് യു. സീ യു സൂൺ. ടിൽ ദെൻ ദിസ് ഇസ് രാഹുൽ സൈനിങ് ഓഫ് വിത്ത് ക്യാമറമാൻ വീക്ക്. ഈ ഒരു ഫോർമാറ്റിൽ വേണം എഴുതാൻ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് നന്നായി വായിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പാഠത്തിലേക്ക് കിടക്കാം. വിച്ച് ഈസ് അവർ ഓഫ് ട്രൂത്ത് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അവർ ഓഫ് ട്രൂത്തിൽ നിന്നും 8 മാർക്കിനോ 6 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല വെയിറ്റേജുള്ളൊരു പാഠമാണ് അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇതിൽ ക്യാരക്ടേഴ്സ് ആരാ? റോബർട്ട് ബാൾവിൻ, ഗ്രേഷം, മാർത്ത, ജോൺ, ഇവി, മാർഷൽ, ഇവരൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. റോബർട്ട് ബാൽവിൻ ആണ് മെയിൻ ക്യാരക്ടർ. ഗ്രേഷം എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൻ്റെ ഓണറാണ്. ഈ ഗ്രേഷം ആ ബാങ്കിനെ കൊള്ളയടിക്കുന്നു, അതായത് പൈസ തിരിമറി ചെയ്യുന്നു. റോബർട്ട് ബാൽവിനാണ് അതിൻ്റെ സാക്ഷി. റോബർട്ട് ബാൽവിൻ സത്യം മാത്രം പറയുള്ളൂ എന്ന് ഉറച്ചു നിൽക്കുന്നു. പക്ഷേ മാർത്ത, ജോൺ, ഇവി വലിയൊരു പൈസ കൈക്കൂലിയായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഓഫർ കിട്ടി, വലിയൊരു പൈസ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും മാറുന്നു. ഇദ്ദേഹത്തിനോട് പൈസ വാങ്ങാൻ പറയുന്നു. അതൊക്കെയാണ് പാഠഭാഗം. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഷോർട്ട് ഒരു റിവ്യൂ നമുക്ക് പഠിച്ചു വയ്ക്കാം, അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഈ പാഠത്തിന് എന്തെങ്കിലുമൊക്കെ വന്നാൽ ഇതൊക്കെ തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. സോ ഇറ്റ് ഈസ് വൺ ആക്ട് പ്ലേ റിട്ടൺ ബൈ അമേരിക്കൻ പ്ലേ റൈറ്റ് പെർസിവൽ വൈൽഡ്. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അതിന് ഓൾറെഡി 2 ദിവസം മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ചാനലിൽ കൊടുക്കാം. റോബർട്ട് ബാൽവിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ മാർത്തയും ജോണും ആവാം, അല്ലെങ്കിൽ ജോണും ഈവി ആവാം. ഇവരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ വാട്സപ്പ് ചാനലിൽ ഞാൻ ഓരോ ക്ലാസ്സുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, അത് കാണാം. പിന്നെ ഞാൻ ഇട്ടിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ വീഡിയോസും കൂടി കണ്ടാൽ എല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടും. ഓക്കെ, സോ ദ സെൻട്രൽ ക്യാരക്ടർ ഈസ് റോബർട്ട് ബാൽവിൻ. മിസ്റ്റർ റോബർട്ട് ബാൽവിൻ വർക്ക്ഡ് ആസ് എ ഗവർണർ ഇൻ ദ ബാങ്ക് മിസ്റ്റർ ഗ്രേഷം. മിസ്റ്റർ ഗ്രേഷമിൻ്റെ ബാങ്കിലെ ഗവർണറാണ് റോബർട്ട് ബാൽവിൻ. റോബർട്ട് ബാൽവിൻ ആണ് മെയിൻ ക്യാരക്ടർ. ഹി വർക്ക്ഡ് വിത്ത് ഗ്രേഷം ഇൻ ബാങ്ക് ഓഫ് നിയർലി 35 years. ഹി വാസ് ട്രൂലി ഹോണസ്റ്റ്. വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് റോബർട്ട് ബാൽവിൻ എന്ന് പറയുന്നത്. മിസ്റ്റർ ഗ്രേഷം വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് ഫോർ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ബാങ്ക്സ് മണി. ബാങ്കിൻ്റെ പൈസ കൊള്ളയടിച്ചത് കൊണ്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്തു. ബാൽവിൻ വാസ് ഓൺലി വിറ്റ്നസ് എഗെയിൻസ്റ്റ് ഗ്രേഷം. ഗ്രേഷം കോൾഡ് ബാൽവിൻ. ബാൽവിൻ എന്ത് ചെയ്തു? റോബർട്ട് ബാൽവിൻ ആണ് ആകെയുള്ള സാക്ഷി. അതോടുകൂടി ഗ്രേഷം റോബർട്ട് ബാൽവിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എന്തെന്ന്? ഓഫേർഡ് $100,000. $100,000 ഓഫർ ചെയ്തു. നീ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറയണം. എനിക്ക് ഐ ഡോണ്ട് നോ. യു ജസ്റ്റ് സേ 3 words, ഐ ഡോണ്ട് നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഐ വിൽ ഗിവ് യു $100,000 എന്ന് പറഞ്ഞു.
he values his principle more than his friendship with ഗ്രേഷ്യം. പക്ഷെ ഗ്രേഷ്യം ഇത്രയും വലിയൊരു എമൗണ്ട് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിനെ പോലും മാനിക്കാതെ അദ്ദേഹം തൻ്റെ വാല്യൂസ്, തൻ്റെ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിൾസ് മുറുകെ പിടിച്ചു. സത്യം മാത്രമേ പറയൂ. ഹി റിജക്റ്റഡ് ദ ബ്രൈബ്. ആ ഒരു കൈക്കൂലി അദ്ദേഹം റിജക്റ്റ് ചെയ്തു. ഹിസ് ഫാമിലി ഫോഴ്സ്ഡ് ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി. ആ പൈസ വാങ്ങാൻ അവർ ഫോഴ്സ് ചെയ്തു. ബട്ട് ബാൽവിൻ വാസ് ഹോണസ്റ്റ് ആൻഡ് ഹി സ്റ്റുഡ് ഫോർ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. സത്യത്തിന് വേണ്ടി നിന്നു. ഹി വാസ് റെഡി ടു സ്പീക്ക് അഗെയിൻസ്റ്റ് ഗ്രേഷ്യം അറ്റ് ദ കോർട്ട്. ഗ്രേഷ്യമിനെതിരെ പറയാൻ അദ്ദേഹം റെഡിയായി. അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ ഗ്രേഷ്യം കൺഫസ്ഡ് ഹിസ് മിസ്റ്റേക്ക്. ഗ്രേഷ്യം തെറ്റ് ചെയ്തത് സമ്മതിച്ചു. അറ്റ് ലാസ്റ്റ് ഇദ്ദേഹം ഇത്രയും സ്ട്രോങ് ആയി നിന്നു. റോബർട്ട് ബാൽവിൻ സത്യത്തിനൊപ്പം നിന്നു. ഇത് കണ്ടറിഞ്ഞ ശേഷം മിസ്റ്റർ മാർഷൽ എന്ന് പറയുന്ന തേർഡ് നാഷണൽ, അതായത് ഒരു ബാങ്കാണ്, അതിൻ്റെ പ്രസിഡന്റ് വന്ന് ഇദ്ദേഹത്തിന് പുതിയൊരു ജോലി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രിൻസിപ്പിൾസ്, നമ്മുടെ വാല്യൂസ് നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിവാർഡ് ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. സോ ഇറ്റ് വാസ് എ റിവാർഡ് ഫോർ ഹിസ് ഹോണസ്റ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. സത്യസന്ധമായി നിലനിന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഉയർന്ന നിലയിലേക്ക് കിട്ടി. ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ്. അഴിമതികളെക്കുറിച്ച്, അഴിമതിയുടെ സ്വാധീനത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇറ്റ് കൺവേസ് ദ മെസ്സേജ് ദാറ്റ് ഗുഡ് ഈസ് റിവാർഡഡ് ആൻഡ് ദ ബാഡ് ഈസ് പണിഷ്ഡ്. നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും എന്തൊക്കെ നമ്മൾ അതിനു വേണ്ടി ഇപ്പോൾ ആ സത്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് പേരെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് വേദനകളോട് നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. ബട്ട് അത് റിവാർഡ് നമുക്ക് തരും, നമുക്ക് കിട്ടും. സത്യത്തിൻ്റെ ഒപ്പം നിന്നാൽ ഇറ്റ് വിൽ ബി റിവാർഡഡ് ആൻഡ് ദ ബാഡ് ഇസ് പണിഷ്. തെറ്റ് ചെയ്താൽ അതെന്തായാലും പണിഷ് ചെയ്തിരിക്കും. ഒരു സമയത്ത് അത് പുറത്തേക്ക് വരും. ഇറ്റ് റിവീൽസ് ഹൗ ഈസിലി പീപ്പിൾ ഫോർഗെറ്റ് ദെയർ മോറൽ വാല്യൂസ് ബിഫോർ മണി. പൈസയ്ക്ക് മുമ്പിൽ, പൈസ വരുമ്പോൾ എത്ര വേഗമാണ് ആൾക്കാർ മൈൻഡ് മാറുന്നത് എന്നൊക്കെ പറയുന്ന ഒരു പാഠഭാഗമാണിത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മാർത്തയും മക്കൾ ജോണി ആൻഡ് ഈവി അവരെല്ലാം ഫോഴ്സ് ചെയ്തു പൈസ വാങ്ങാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം ഹി സ്റ്റുഡ് ആൻഡ് ഹി റിജക്റ്റഡ് ദ ബ്രൈബ്. അദ്ദേഹം റിജക്റ്റ് ചെയ്തു. ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ട് ബാൽവിൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായി പറഞ്ഞുതരാം. ഇത് ഒരു 8 മാർക്കിനും 6 മാർക്കിനും ചോദിക്കും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വലിയ വലിയ പാരഗ്രാഫ് പഠിക്കാൻ പറ്റാത്തവരെ ഇറ്റ് ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ പ്ലേ അവർ ഓഫ് ട്രൂത്ത്. ഈ പാഠത്തിലെ സെൻട്രൽ ക്യാരക്ടറാണ്. ഹി വാസ് മാരീഡ് ടു മാർത്ത. ഹി ഹാഡ് 2 children, ജോൺ ആൻഡ് ഈവി. ഹി റെപ്രസെൻറ്റഡ് എൻ എവറി ഡേ അമേരിക്കൻ മെൻ. സാധാരണ ഒരു അമേരിക്കൻ മെന്നാണ് അദ്ദേഹം. ഹി വാല്യൂസ് ഹിസ് പ്രിൻസിപ്പിൾ മോർ ദാൻ ഹിസ് ഫ്രണ്ട്ഷിപ്പ്. അദ്ദേഹം സ്വന്തം പ്രിൻസിപ്പിൾസ്, ജീവിതത്തിലെ ചില മൂല്യങ്ങൾ നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്ന് പറയും. അദ്ദേഹത്തിന് അതിന് വലിയ വാല്യൂ ഉണ്ട്. സത്യസന്ധത, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരുപാട് വാല്യൂ ഉണ്ട്. ഹീസ് എൻ ഹോണസ്റ്റ് മാൻ ഹു ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ട്രൂത്ത്. സത്യത്തിന് വേണ്ടി മാത്രമേ നിൽക്കുള്ളൂ. ഹീസ് എ മാൻ ഓഫ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. And he worked with Mr. Gresham, banker, and his friends for the last 35 years. Gresham paid a low salary, which was not good enough to support his family. ചെറിയ ശമ്പളം കിട്ടിയിരുന്നത്, എന്നിട്ടും അദ്ദേഹം യാതൊരു കംപ്ലൈൻറ്റും പറഞ്ഞിരുന്നില്ല. Gresham was arrested for misappropriating bank money. Gresham offered Balvin $100,000 എന്നൊക്കെ പറയാം. Family tried to convince him to accept the bribe. The family tried to force him. He never changed his mind. അദ്ദേഹം പൈസയുടെ മുമ്പിൽ അദ്ദേഹം ഒന്നും മാറിയില്ല. അദ്ദേഹം he stood for truth. സത്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ he stands for truth എന്ന് പറയാം. He stood firm for the truth. അദ്ദേഹം ഉറച്ചു നിന്നു. He wanted to go to the grave with a clean hand. അദ്ദേഹത്തിന് തെറ്റൊന്നും ചെയ്യാതെ വേണം ഈ ലോകത്തുനിന്ന് പോകാനായിട്ട്. Later he got better job from Third National Bank. It was a reward to his honesty. അപ്പോൾ ഈ പാഠത്തിലെ ആശയം മനസ്സിലായി വിചാരിക്കുന്നു. ഇതിലെ മെയിൻ ചോദ്യം ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഷോർട്ടായിട്ട് പഠിച്ചു. അപ്പോൾ ഇത് വളരെ ഷോർട്ടായിട്ട് കുറേ ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് ഞാൻ നിങ്ങളിപ്പോൾ ഇവിടെ പഠിപ്പിച്ചത്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഫസ്റ്റ് യൂണിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഈ പാഠങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ പാഠങ്ങളിൽ നിന്നൊക്കെയുള്ള 8 മാർക്കിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മളിനി നമ്മുടെ ചാനലിൽ ഇനി വരുന്നുണ്ട്. കാണുക. അതിനുവേണ്ടി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.